ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം. അവൻ തന്നെ തന്നെ സാധൂകരിക്കുവാൻ ആഗ്രഹിച്ചു ഈശോയോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? നല്ല സമരിയാക്കാരൻ്റെ ഉപമയില് നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത്. അവന്റെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ തന്നെ നീതീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഈശോയോട് ചോദിച്ചത്. അറിയുക എന്നുള്ള ആഗ്രഹത്തെക്കാൾ ഉപരി താൻ നീതിമാനാണ് എന്ന് കാണിക്കാനായിട്ടാണ് അവൻ ഈശോയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈശോ പറയുന്ന മറുപടി പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില്, ക്രൈസ്തവ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരായിരിക്കണം അയൽക്കാരൻ? വേദനിച്ച് കാണുന്നവനെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കണം യഥാർത്ഥ അയൽക്കാരൻ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ചുറ്റുപാടും ഒത്തിരിയേറെ പേര് വേദന അനുഭവിക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ അവരെ കാണാതെ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് മാറുക, കണ്ടാലും അവരെ സഹായിക്കാതെ സ്വാർത്ഥതയോടുകൂടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നല്ല സമരിയാക്കാരന്റെ ഉപമയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്, നീ അയൽക്കാരനെ കാണുവാനായിട്ട് തയ്യാറാവണം. വേദന അനുഭവിക്കുന്നവനെ കണ്ട് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നീ യഥാർത്ഥ സമരിയാക്കാരനായിട്ട്, നല്ല അയൽക്കാരനായിട്ട്, യഥാർത്ഥ ക്രൈസ്തവനായിട്ട് മാറുക. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുറഞ്ഞു പോകുന്നതും ഇത് തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം സ്വാർത്ഥതയാണ്. എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്തയാ. ഒന്നും മറ്റൊരുവന് കൊടുക്കാനായിട്ടോ അവരന്റെ വേദന കാണുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ടോ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുവാനായിട്ടോ പലപ്പോഴും നമ്മൾ ഇന്ന് തയ്യാറാവുന്നില്ല. ഒരുവൻ വേദന അനുഭവിച്ച് കിടക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അവനെ സഹായിക്കുക എന്നതല്ല, മറിച്ച് അവനെ വിറ്റ് കാശാക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? എല്ലാവരും ഒരു ഫോൺ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന കാണാം. എന്തിനാ? പബ്ലിസിറ്റി. ഇത് മറ്റുള്ളവരെ കാണിച്ച് അവരിൽ നിന്ന് കാശ് നേടും. ഈ ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഏറി വരിക. അപ്പോഴാണ് ഈശോ പറയുന്നത്, വേദനിക്കുന്നവനെ കണ്ട് കടന്നു പോകേണ്ടവനല്ല ക്രൈസ്തവൻ, മറിച്ച് വേദനിക്കുന്നവനെ കാണുമ്പോൾ നിന്ന് അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ക്രൈസ്തവ ജീവിതത്തിന് ഫലമുണ്ട്, അർത്ഥമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് വിലയുണ്ടാവുകയുള്ളൂ. പലപ്പോഴും ഈ വിലയില്ലാത്ത വ്യക്തികളായിട്ട് നാമമാത്ര ക്രൈസ്തവരായിട്ട് നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പോലും നീ എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് ബലിയർപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അല്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? വേദനിച്ചു നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം പകരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു? അതോ സ്വാർത്ഥതയോടുകൂടി നെട്ടോട്ടം ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിച്ച് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, നല്ല സമരിയാക്കാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.